ഞാൻ ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡ് അമ്മൻകോവിലിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അശ്വിൻ നമ്മളെ കൂടെ ഉണ്ട്. അവൻ്റെ പല്ല് ക്ലീനിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ഇന്ന് പോകുന്ന ആ സ്ഥാപനം സ്മൈൽ ക്രാഫ്റ്റ് ആണ്. നെയ്യാറ്റിങ്കര സ്മൈൽ ക്രാഫ്റ്റ് അമ്മൻകോവിലിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിൽ നേരെ പോയാൽ ജസ്റ്റ് ഒരു 50 മീറ്റർ പോലും ഇല്ല നടന്നാൽ നമുക്ക് സ്മൈൽ ക്രാഫ്റ്റിൽ എത്താം. ഇതാണ് നമ്മൾ അമ്മൻകോവിൽ. അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലെ റോഡിൽ റൈറ്റ് സൈഡിലാണ് നമ്മളെ ഈ ഒരു സ്ഥാപനം. അശ്വിന് ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിയറസ്റ്റ് ലൊക്കേഷൻ നമ്മളെ നെയ്യാറ്റിങ്കര മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ തൊട്ട് അടുത്താണ്. ആ വിവര ബോർഡൊക്കെ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സ്മൈൽ ക്രാഫ്റ്റ് ആണ്. നമ്മളെ സ്മൈൽ ക്രാഫ്റ്റ് ഡെൻറ്റൽ ക്ലിനിക്. നമ്മളെ സ്മൈൽ ക്രാഫ്റ്റ് ഡെൻറ്റൽ ക്ലിനിക്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇരിക്കേണ്ട ഇടം. തൊട്ട് കയറാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. കൺസൾട്ട് ചെയ്യാൻ വന്നത് നമ്മുടെ ഡോക്ടർ കിരണാണ്. ഓക്കെ. പറഞ്ഞത് മനസ്സിലായടാ? കുട്ടികൾ ചെറുതിലേ വരുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ വലുതാകുമ്പോൾ ഈ പല്ലി കമ്പ്യൂട്ടർ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. ഇവരെ വർക്കിംഗ് ഡേയ്സ് വന്നിട്ട് മൺഡേ ടു സാറ്റർഡേ 9 AM to 6 PM ആണ്. ഈ ഒരു മാറ്റം നിനക്ക് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ മനസ്സിലാവും. ഇതാണ് നിനക്ക് ഇപ്പോൾ ഉള്ള ഒരു ഗ്യാപ്പ്. നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പല്ലിൽ കമ്പി ഇടണം, അതാണ് മെയിൻ. പക്ഷെ പല്ലിന്റെ ഗ്യാപ്പ് അല്ലായിരുന്നു പ്രശ്നം, പല്ലിന്റെ അലൈൻമെന്റ് തെറ്റിയതായിരുന്നു പ്രശ്നം. ഇതാണ് ഞാൻ ഇവിടെ വന്ന് കണ്ട ഒരു സംഭവം, 3D ബ്രഷ്. ഈ പല്ലും ചേർന്ന ഈ ഭാഗമാണ് നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്. പല്ലും കൂടെയുള്ള പ്രതലത്തിലൂടെ ബ്രഷ് ചെയ്യണം. പക്ഷെ പല ആൾക്കാരും ഇത് തെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇത് വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഒരു 45 ഡിഗ്രി ആംഗുലേഷനിലുള്ള ഈ ബ്രിസിൽസ് പല്ലിലേക്ക് വരുമ്പോൾ ഈ ബ്രിസിൽസ് വലതിൽ നിന്നും ഇടത്തോട്ടും ചരിഞ്ഞിട്ടുള്ള ബ്രിസിൽസ് കൃത്യമായി മോണ വൃത്തിയാക്കുന്നു. ഉൾഭാഗത്തും അതുപോലെ തന്നെ. ഒരു ദിവസം 2 തവണ ബ്രഷിംഗ് ചെയ്യണമെന്നാണ് 3D ടൂത്ത് ബ്രഷ് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമായി മാറാൻ പോവുകയാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ തോന്നിയ എക്സ്പീരിയൻസ് ഒന്ന് എന്നെ ഷെയർ ചെയ്ത് തരണം. ഓക്കെ. ഇൻസ്ട്രുമെന്റ് കൃത്യമായി കഴുകും, അതിൽ എന്ത് അഴുക്കുണ്ടെങ്കിലും മാറ്റും. അതിനുശേഷം ഇവിടെ നമുക്ക് ഓട്ടോക്ലേവ് ഉണ്ട്. ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷമാണ് ഓരോ ഇൻസ്ട്രുമെന്റിനെയും നമ്മൾ അടുത്തൊരു പേഷ്യന്റിന് വേണ്ടി മാറ്റി വെക്കുന്നത്. പറഞ്ഞ് ഇറങ്ങിയാണ്. അശ്വിനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊള്ളായിരുന്നല്ലേ? അപ്പം താങ്ക് യു, അടിപൊളിയായിരുന്നു. ഇതായിരുന്നു നമ്മൾ അശ്വിൻ്റെ ഒരു ടീത്ത് ക്ലീനിങ്ങും അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മളെ എഡിറ്റർ അശ്വിൻ്റെയോടൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം അഖിലോൻസ് സൈനിങ് ഓഫ്. പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ടാറ്റ, ബൈ ബൈ. നമുക്കിപ്പം കിട്ടിയ ബ്രഷ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ബ്രഷ് യൂസ് ആക്കി നോക്കിയിട്ടുണ്ട്. ബ്രിസ്റ്റിൽസ് നല്ല സോഫ്റ്റാണ്. നമ്മുടെ നോർമൽ ബ്രഷിനെ വെച്ച് അപേക്ഷിച്ച് ഇതിൻ്റെ ബ്രിസ്റ്റിൽസ് നല്ല സോഫ്റ്റാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിനേക്കാളും കുഞ്ഞ് ഹെഡാണ്. ടാഗ് ലൈൻ തന്നെ 3 ബ്രഷസ് 3 ടൈംസ് എന്നാണ്. അത് എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്. എന്തായാലും യൂസ് ചെയ്യുന്നതിൽ എനിക്ക് യൂസ്ഫുൾ ആണ് ഈ ബ്രഷ്. ഓക്കെ.